ICU-ൽ പീഡനത്തിനിരയായ അങ്ങേക്ക് അവസരം തന്നു. അദ്ദേഹം വഴങ്ങിയതോ അത് ചുരുക്കി പറയാൻ എഴുതി തരണം. റൂള് പറഞ്ഞ് എഴുതി തരണം. അങ്ങോട്ട് പാർട്ടിക്കാരെ സംരക്ഷിച്ചു. അതുകൊണ്ട് സാർ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി വർദ്ധിച്ചു വരുന്ന അതിക്രമത്തിൽ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ ഈ നീക്കത്തിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്തു. ശേഷം അവർ സംസാരിച്ചോട്ടെ പ്ലീസ്. സർ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അത് കൊണ്ടു എന്നുള്ളതിന്റെ തെളിവാണ് ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞത്. സർ, ഈ സഭയിൽ അതിലൊരു വ്യക്തത വേണം സർ. സെക്ഷൻ 288 പ്രകാരം സർ അതിൽ മെഡിക്കൽ കോളേജിൽ ICU-ൽ പീഡനത്തിനിരയായ അങ്ങേക്ക് അവസരം തന്നു. അദ്ദേഹം വഴങ്ങിയതോ അത് ചുരുക്കി പറയാൻ എഴുതി തരണം. റൂള് പറഞ്ഞ് എഴുതി തരണം. സർ, ICU-ൽ പീഡനത്തിനിരയായ യുവതിയെ സംബന്ധിച്ചിടത്തോളം സർ, സർ ഞാൻ നേരത്തെ പറഞ്ഞു സർ, അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു. അതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം ക്രൂരമായ കൊലപാതകങ്ങൾ, സൈബർ കുറ്റങ്ങൾ, മദ്യവും മയക്കുമരുന്ന്, ഇതെല്ലാം കൂടിയായി വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ സർ ഈ തരത്തിൽ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന വിഷയം അത് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും പാർട്ടി അങ്ങോട്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമങ്ങൾ സാഹചര്യത്തിൽ അതീവ ഗുരുതരമായ ഈ സ്ഥിതിവിശേഷം ഇവിടെ സഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ശ്രീമതി KK രമ ഉന്നയിച്ചപ്പോൾ ഗവൺമെന്റ് അക്കാര്യത്തിൽ എടുത്ത നിലപാട് ഒരേപോലെ സമീപനം എടുക്കണമെന്ന് പറയുകയും എന്നാൽ രാഷ്ട്രീയമായ വൈരാഗ്യത്തിന്റെ പേരിൽ ശക്തമായി ചേരിതിരികുകയും ചെയ്യുന്ന നിർഭാഗ്യകരമായ നിലപാടുണ്ടായി. സാർ, ഈ തെറ്റായ നിലപാട് തിരുത്താൻ തയ്യാറാകണം. ഗവൺമെന്റ് ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാക്കൗട്ടിൽ പങ്കെടുക്കും. സാർ, ഇവിടെ ഇത്രമാത്രം ബഹളം വെക്കേണ്ട ആവശ്യം എന്താണ് സാറിൻ്റെ അകത്ത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മന്ത്രിക്കുള്ള കാര്യങ്ങൾ, വിവിധ കാര്യങ്ങൾ അദ്ദേഹം മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ഇത്തരത്തിലുള്ള സമീപനം ബഹുമാനപ്പെട്ട ചെയർ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. സാർ, ഇത് കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾ തന്നെ കണക്കെടുത്തു. എത്ര പോക്സോ കേസുകളാണ് സാർ വർദ്ധിച്ചിരിക്കുന്നത്? ഈ പോക്സോ കേസുകളിലെ പ്രതികളെ കൃത്യമായി അവർക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ട് നടപടിയെടുപ്പിക്കാൻ ഗവൺമെന്റ് കഴിയുന്നുണ്ടോ? സാർ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അക്രമം വർദ്ധിച്ചു വരുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയമല്ല പറഞ്ഞത്, രാഷ്ട്രീയമായിട്ട് നിങ്ങളാണ് അതിനെ കണ്ടത്. നിങ്ങളാണ് രാഷ്ട്രീയമായിട്ട് കണ്ടത്. ഫാക്ച്വൽസ് മാത്രമാണ് ഇവിടെ സംസാരിച്ചത്. സാർ, ഈ വിഷയം ഏറ്റവും ഗൗരവമായ ഒരു വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുകയാണ്. സർ, ഈ വിഷയം വളരെ ഗൗരവമുള്ളതായിട്ടാണ് അവതരിപ്പിച്ചത്. സർ, ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ എന്റെ പാർട്ടിയുടെ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റായി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പരാമർശം, അതിനെതിരെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാനും ടീച്ചറോട് തീർച്ചയായിട്ടും എന്റെ പാർട്ടിക്ക് മാപ്പ് പറയാണ്. ഇത് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല, ഒരു സ്ത്രീയുടെയും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് അന്നും ഇന്നും ഒരുപോലെ ടീച്ചർക്ക് അതിലെ പ്രയാസം. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിച്ചിട്ടില്ല. അന്ന് തന്നെ എതിർത്തിട്ടുണ്ട്, അന്ന് തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാവാൻ പാടില്ലാത്താണ്. ഇനി ഒരു നേതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് അടിവരയിട്ട് പറയുന്നത്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞ ഒരു കാര്യം വസ്തുതാവിരുദ്ധമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ICU-ൽ പീഡനത്തിനിരയായ യുവതിയെ, ആക്രമിച്ച വ്യക്തിയെ മണിക്കൂറുകൾക്കുള്ളിൽ ആരോഗ്യ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇനി സർവീസിലേക്ക് കടക്കാത്ത നിലയിലുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് സർ. അതിൽ മൊഴി കൊടുത്ത ആളല്ല ഈ പറയുന്ന വ്യക്തി. ഞാൻ ഇത് പരസ്യമായി പല മാധ്യമങ്ങളും പല രീതിയിൽ എഴുതിയപ്പോൾ ഞാൻ നിശബ്ദത പാലിച്ചതാണ് സർ. കാരണം DME നൽകിയ ഒരു റിപ്പോർട്ടുണ്ട് സർ. എന്താണ് എന്നുള്ളത് കൂടി ഞാൻ വളരെ ചുരുക്കത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ അതിനുശേഷം ഈ വ്യക്തിയെ, ഈ യുവതിയെ പ്രത്യേകിച്ച് ഇര കൂടി ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഞാൻ അതിൽ പൂർണ്ണമായി നിശബ്ദത പാലിച്ചു സർ. അതിന് കാരണം
ഈ വ്യക്തി സംരക്ഷിക്കപ്പെടുന്ന വാർഡിന്റെ ഹെഡ് നഴ്സ് ആയിരുന്നു. ഈ സംഭവം ഉണ്ടാകുന്ന 2 ദിവസവും ഈ പർട്ടിക്കുലർ വ്യക്തി അവിടെ ഉണ്ടായിരുന്നില്ല, ഈ ഹെഡ് നഴ്സ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വ്യക്തി സംരക്ഷിക്കപ്പെട്ട ഇടത്തെ ചുമതലയായി 2 ദിവസത്തിന് ശേഷം വന്നു. അപ്പോഴാണ് 5 പേർ ഇവർക്ക് മുന്നിലൂടെ പോയി ആ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. 2 പ്രശ്നങ്ങളാണ് സാർ. അത് അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. അത് ബഹുമാനപ്പെട്ട കോടതിയും പറഞ്ഞു. എന്താണ് മാധ്യമങ്ങൾക്ക് ഇതിൽ ഇത്ര താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഓപ്പൺ കോർട്ടിൽ ചോദിച്ചു. അത് മാധ്യമങ്ങളിൽ വന്നില്ല സാർ. സാർ, അതിൽ ആ യുവതി സംരക്ഷിക്കേണ്ട യുവതിയെ സംരക്ഷിച്ചില്ല എന്നുള്ളത്. കാരണം ആ സംഭവം ഉണ്ടാകുന്ന 2 ദിവസം അവരുണ്ടായിരുന്നില്ല. എന്നാൽ 5 പേർ ഇവരുടെ മുന്നിലൂടെ പോയി സ്വാധീനിച്ചു എന്നുള്ളതാണ്. അതിലും പ്രധാനപ്പെട്ട കാര്യം സാർ, ആ സംഭവം 5 പേർ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് 2 ദിവസം അവർ റിപ്പോർട്ട് ചെയ്തില്ല. ആ റിപ്പോർട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇത് ആവർത്തിക്കാതിരിക്കാൻ വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇവരുൾപ്പെടെ 4-5 പേർക്കെതിരെ നടപടിയെടുത്തത്. അത് തീർത്തും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് സർക്കാരിനെതിരെയുള്ള ഒരു പ്രചരണമായിട്ട് എടുത്തു. അത് വളരെ നിർഭാഗ്യകരമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം സർ, കാപ്പ ചുമത്തപ്പെട്ട 12 കേസ് ഉള്ള കാപ്പ ചുമത്തപ്പെട്ട ഒരു വ്യക്തിയെ മാലയിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അത് പത്തനംതിട്ട പാർട്ടി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ സർ, ഇപ്പോൾ കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തി അല്ല, അത് പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിലുള്ള കേസുകളാണ് സർ. സ്ത്രീകൾക്കെതിരെയുള്ള കേസുകളിൽ പ്രതിയായ 2 പേർ ഈ സഭയിലില്ലേ സർ? പ്രതിപക്ഷത്ത് അവർക്കൊപ്പമല്ലേ സാർ ഇപ്പൊ ഇറങ്ങിപ്പോയിരിക്കുന്നത്? അതിലെന്താണ് സർ പറയാനുള്ളത്? ഈ കാര്യം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. Calling attention